ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് സൺഡേ സീൻസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വ്ളോഗാണ്. യു കെയിൽ പോകുന്നതിന് മുമ്പ് അവളുടെ ഷോപ്പിങ്ങിന് പോയ ഒരു വ്ളോഗാണ്. കുറേ നാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. ബട്ട് ഇപ്പോഴാണ് നമ്മൾ പുട്ടുപൊയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ ഞാൻ അമ്മയ്ക്ക് മിഠായി വേണമെന്ന് ചോദിക്കുകയാണ്. ബട്ട് അമ്മ എന്നെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ പാംഫ്ലെറ്റൊക്കെ വാങ്ങി എന്തൊക്കെയുണ്ട്, പ്രൈസ് റേഞ്ചൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി പോയത് കല്യാൺ ഹൈപ്പർ മാർട്ടിലായിരുന്നു കേട്ടോ. ഇവിടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളത്. പിന്നെ നമ്മുടെ കൂടെ അമ്മാമ്മയും ഉണ്ണിക്കുട്ടനും മാമിയും ഒക്കെ അന്ന് വന്നായിരുന്നു. അപ്പോൾ ഫാമിലി മൊത്തമായിട്ടായിരുന്നു അന്ന് ഷോപ്പിങ്ങിന് നമ്മൾ പോയത് കേട്ടോ. ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ആക്ച്വലി വാവ പോവാറായി, അയ്യോ ഭയങ്കര അടുത്തായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ലാസ്റ്റിലാണ് ഷോപ്പിങ്ങിന് പോയത്. സോ എല്ലാവരും ഭയങ്കര ഒരു ലൈക്ക് ഇമോഷണലും ആയിരുന്നു അന്ന് ഷോപ്പിങ്ങിന് പോയ സമയത്ത്. പിന്നെ എല്ലാവരും കണ്ടിന്യൂസ്ലി അത് വേണോ ഇത് വേണോ, കാരണം അവിടെ പോയിട്ട് ഇനി അവർക്കൊരു ബുദ്ധിമുട്ട് വരരുതല്ലോ. സോ അതുകൊണ്ട് നമുക്കൊരു ലിസ്റ്റൊക്കെ ഇട്ട് നമ്മൾ ഭയങ്കര പ്രിപ്പയർഡായിട്ടായിരുന്നു വന്നത്. പിന്നെ അവിടെ പോയപ്പോൾ പിന്നെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ആഡായി. പിന്നെ അവിടെ പോയപ്പോൾ വാവയുടെ കൂടെ സ്കൂളിൽ പഠിച്ചൊരു ചേച്ചീനെ കിട്ടിയായിരുന്നു. അപ്പോൾ ആൾ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യാൻ ഇതിനൊക്കെ ആയിട്ട് എളുപ്പമായിരുന്നു. കാരണം ആൾക്ക് അവിടെ അറിയാമല്ലോ. സോ ആൾ നന്നായി നമുക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇറ്റ് വാസ് ആക്ച്വലി വെരി ഹെൽപ്ഫുൾ ദാറ്റ് വി ഫൗണ്ട് ഹർ. അങ്ങനെയായിരുന്നു. പാവ പോണേനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? മേമയ്ക്ക് എന്താ പറയാനുള്ളത് പാവ പോണേനെ കുറിച്ച്? ഇതാണ് നമ്മുടെ മേമ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. മേമ പാവയുടെ ഫ്രണ്ടിനെ കണ്ടായിരുന്നു നമ്മൾ കേട്ടോ. ഞാനാണ് ഇവിടുത്തെ കപ്പിത്തൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല കേട്ടോ ഈ ഷോപ്പിംഗ് പാർട്ട്. ആക്ച്വലി നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകണം, അതും പ്രിസൈസ് ആയിരിക്കണം. കാരണം ഇത്ര വെയിറ്റ് വരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു റിസ്ട്രിക്ഷൻ ഉള്ള കാരണം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വീട് മാറി പോവുകയാണ്. സോ നമുക്ക് എന്താ പറയുക, ലൈക്ക് എല്ലാം വേണം തന്നെ എന്നാൽ പക്ഷെ എല്ലാം വാങ്ങിക്കാൻ പറ്റും. ഇവിടെ വാങ്ങിച്ച പകുതി സാധനങ്ങളും അവൾ വീട്ടിൽ വെച്ചിട്ട് പോകാൻ ആക്ച്വലി ഉണ്ടായത്. കാരണം വെയിറ്റ് ഓവർ ആയത് കാരണം. സോ എനിക്കിത് കാണുമ്പോൾ നമ്മൾ എന്തോരം ഷോപ്പ് ചെയ്ത് അങ്ങനെ ഒരു തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വാവ യു കെയിൽ ബിസിനസ് അനലിറ്റിക്സ് ആണ് കോഴ്സ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ സോ അവൾക്ക് കുറച്ച് സ്റ്റേഷനറിയിലേക്ക് തിങ്സ് അങ്ങനത്തെ കുറച്ചിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അതും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ആക്ച്വലി കല്യാൺ വാസ് എ ഗുഡ് ഓപ്ഷൻ ഓൺലി. ലൈക്ക് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഡ്രസ്സ് ഞങ്ങൾ നോക്കിയ പോലെ നൈറ്റ് ഡ്രസ്സും ജോഗേഴ്സും ഒന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾക്കൊരു ലാപ്പിൻ്റെ ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനത്തേലൊക്കെ ഞങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടിയില്ല. ആക്ച്വലി ഞങ്ങൾ വേറെ പുറത്തുനിന്നാണ് മേടിച്ചത്. പക്ഷെ ഇവിടെ നോക്കിയായിരുന്നു. പക്ഷെ വി ഡിഡ്ന്റ് ലൈക്ക് ടു ദ മാർക്ക്. അങ്ങനെയായിരുന്നു. ബാക്കിയുള്ളതിലൊക്കെ നല്ല ഗുഡ് കളക്ഷൻസ് ഉണ്ട്. ഡ്രസ്സ് ആൻഡ് തിങ്സ് ഒന്നും ഇവിടെ വാങ്ങിയില്ല. ബട്ട് ഷൂസ് വാവയ്ക്ക് ഇവിടെ നിർത്തായിരുന്നു കേട്ടോ. അവിടെ യൂസ് ചെയ്യാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇട്ട് പോകാനായിട്ടുള്ളത്. അത് ആക്ച്വലി നല്ലതായിരുന്നു. സ്പോർട്സ് വെയർ ഒക്കെ പോലെ അത് പിന്നെ നമുക്ക് 2 പീസ് വരുന്നത് ആ ഒരു ഷോപ്പ് ചെയ്ത് തളർന്ന്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ തന്നെ കേക്ക് ഫാമിൻ്റെ ഒരു ഷോപ്പുണ്ട്. സോ അതൊരു ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു 11-12 ഒക്കെ ആയിട്ട് ഷോപ്പിങ്ങിന് പോയതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 5 o'clock ആയി. അത്ര നേരം ഞങ്ങൾ ഷോപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സ്ട്രീംലി ടയർഡായിരുന്നു. സോ ദിസ് ഈസ് മീ ആൻഡ് ഉണ്ണിക്കുട്ടൻ സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ഫോർ യെറ്റ് അനദർ വ്ളോഗ് ആൻഡ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വ്ളോഗ് ഓൾസോ.